ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ബോസി ഗേൾസ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ ഒരു ഷർട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഷർട്ടാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഷർട്ടാണ്. സോ നമുക്കിത് വെട്ടി നിർത്തി നമ്മുടെ ഒരു സൈസിനാക്കി മാറ്റിയെടുക്കാം. എൻ്റെ ഒരു സൈസിലേക്ക് മാറ്റിയെടുക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഷർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം ഈ പോക്കറ്റ് നമുക്ക് ആവശ്യമില്ല, ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നടു മടക്കിയെടുത്ത ശേഷം അത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഷോൾഡറും ആം ഹോളും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് വേണം ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചസ് ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോക്ക് ഇത്തിരി ക്ലാരിറ്റി കളറില്ലാത്ത കാരണം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 23 ഇഞ്ച് ലെങ്ത്താണ് വെക്കുന്നത്. അതിൽ 1 ഇഞ്ച് നമ്മൾ മടക്കി തയ്ച്ചു പോകും. അപ്പോൾ ഒരു 22 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് വെക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വണ്ണം മെഷർ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ 9 ഇഞ്ചസിലാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 1/2 ഇഞ്ചസ് സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ സ്ലീവ്സാണ്. സ്ലീവ്സിന് വേണ്ടി ഞാൻ താഴെ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം 2 മടക്കിയെടുക്കുന്നുണ്ട്. മടക്കിയെടുത്ത ശേഷം നമുക്കിതൊരു സ്ലീവ് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം സ്ലീവ്സിൻ്റെ പോർഷൻ എടുക്കാം. അവിടെ നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള സ്ലീവ്സിൻ്റെ പോർഷനിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ആ സ്ലീവ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത ശേഷം നടുമടക്കി നമുക്ക് സൈഡിലൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തയ്ച്ചു കൊടുക്കാം. ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് ഈ ക്രോസ് പീസ് നിവർത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് മടക്കി തയ്ക്കുമ്പോൾ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ മേൽ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. എന്നാലാണ് ആം ഹോൾ കറക്റ്റായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ എടുക്കാം, അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത ഒരു ഭാഗം. അവിടെ നമുക്ക് സ്ലീവ്സിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് മിഡിൽ പോർഷൻ അറിയാനായിട്ട്. അത് നമുക്ക് ഈ ഷോൾഡറിൻ്റെയും മിഡിൽ പോർഷനിലായിട്ട് ഇങ്ങനെ മേലെ കൂടെ വെച്ച് കൊടുക്കാം സ്ലീവ്സിൻ്റെ. എന്നിട്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് 2 സ്റ്റിച്ച് വീതം തയ്ച്ചു കൊടുക്കാം.
സോ അതേ നമ്മൾ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദേ ഞാൻ ക്ലോത്ത് ചീത്തവശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് ഒപ്പം വെച്ചെടുത്തിട്ട് സൈഡ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എനിക്കൊരു 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ തയ്ച്ചെടുത്താൽ മതി. ഈ സൈഡ്സ് നമുക്കിങ്ങനെ 1/2 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ക്രോപ്പ് ഷർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഷർട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമായില്ല ഷർട്ട് ഇങ്ങനെ വെട്ടിത്തുണ്ടെന്നുണ്ടാക്കി കളഞ്ഞതിന്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.